സഭാവിജ്ഞാനിയും പിതാവിൻ്റെ ദർശനങ്ങളും സംഭാവനകളും എന്നാണ്. വന്യപിതാവിൻ്റെ വാക്കുകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. എൻ്റെ ജീവിതത്തെയും ദർശനങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ ദൈവിക വെളിപാടിൻ്റെ കലവറയായ ദൈവവചനവും സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവ കഴിഞ്ഞാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനങ്ങളും ഭാരതത്തിൻ്റെ ഭരണഘടന നൽകുന്ന വിശാലവും സമഗ്രവുമായ ദൗത്യ അവകാശ ദർശനങ്ങളുമാണ് എൻ്റെ രചനകൾക്കും പ്രബോധനത്തിനും അടിസ്ഥാനം. പൗത്രപിതാവ് തന്നെ സ്വയം പരിചയപ്പെടുത്തുന്ന വാക്കുകളാണിവ. ശ്ലൈഹിക ശുശ്രൂഷയുടെ മർമ്മം തന്നെയായ പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക എന്ന ത്രിവിധ അജപാലന ധർമ്മ നിർവഹണത്തിന് പിതാവിൻ്റെ ജീവിതത്തിൽ ഊടും പാപും നെയ്തത് മേലുദ്ധരിച്ച വാക്കുകളാണ്. സഭാത്മകത പിതാവിനെ ജീവശ്വാസം പോലെയായിരുന്നു. ജീവിക്കുക എന്നാൽ എനിക്ക് സഭയാണ് എന്ന് പലപ്പോഴും ആവർത്തിക്കുമായിരുന്ന പിതാവിൻ്റെ വാക്കുകൾ അതാണ് വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ധീരവും അചഞ്ചലവുമായ നേതൃത്വം സിറോ മലബാർ സഭയെ അതിൻ്റെ തനിമയിലും വ്യക്തിത്വത്തിലും പൂർണ്ണമായിട്ടല്ലെങ്കിലും നിലനിർത്തി വളരാൻ ഇടയാക്കി. പിതാവിൻ്റെ സഭാദർശനവും വിവിധ തലങ്ങളിലെ നേതൃത്വവും ഇടപെടലുകളും സിറോ മലബാർ സഭയ്ക്കും ഭാരത സഭയ്ക്ക് തന്നെയും വലിയൊരു മുതൽക്കൂട്ടായി ചരിത്രം രേഖപ്പെടുത്തും എന്നതിൽ സംശയമില്ല.